ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കുറേ കൊട്ടക്കണക്കിന് ഇതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ അത് എടുത്ത് വെച്ചുകൊണ്ടേയിരിക്കും. ഒട്ടും ഭയങ്കര ചെറിയ പീസാകുമ്പോഴേ ഞാനതെടുത്ത് കത്തിക്കാറുള്ളൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കുന്നുകൂടി കിടക്കല്ലേ, നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. സോ നമുക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാനെങ്ങനെയാണ് കാണിച്ചു തരാം ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ കുറേ പീസുകൾ മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാ പീസുകളും ഞാനിങ്ങനെ സ്ക്വയറായിട്ട് ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കേട്ടോ, സ്ക്വയേഴ്സായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒന്ന് ഈ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ അടുത്തത് വേറൊരു കളർ മെറ്റീരിയൽ, അങ്ങനെ എല്ലാതും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരേ സെയിം സ്ക്വയേഴ്സിൻ്റെ അതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒന്ന് കുറച്ച് വലുതാവാം, ഒന്ന് കുറച്ച് ചെറുതാവാം, അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വലുതും കുറച്ച് ചെറുതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഒരു സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് കാണാൻ ഒന്നും കൂടെ ഭംഗിയായിട്ടിരിക്കും. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു പഴയൊരു ജാക്കറ്റാണ് കേട്ടോ. കുറച്ച് കളേഴ്സൊക്കെ ഒന്നങ്ങ് ഫെയ്ഡ് ആയിട്ടുണ്ട്, വൈറ്റ് അല്ലേ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചളിയായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ കാണുന്ന പോലെ ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ചെയ്യുന്നത്. എവിടെയൊക്കെ ഏതൊക്കെ കളേഴ്സ് വെക്കാം, എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവും, എത്ര കളേഴ്സ് എവിടെയൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെച്ച ഈ പച്ചയുണ്ടല്ലോ, അത് ഞാൻ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ബാക്കിയൊക്കെ കോട്ടൺ ടൈപ്പാണ്. അപ്പോൾ അതിലേക്ക് ഇത് വരുമ്പോൾ എനിക്കൊരു മാച്ചായി തോന്നില്ല. സോ ഞാൻ അതെടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ ഓരോ പീസും കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫുള്ള് അതിങ്ങനെ സൂചി വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റിപ്പോവില്ലേ. അപ്പോൾ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ വിചാരിച്ചിട്ടാണ് ഈ പിന്ന് യൂസ് ചെയ്തിട്ട് കുത്തിയിട്ട് എടുക്കുന്നത്. സോ അതെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. കുറച്ചൊരു ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടത്. കാരണം ഇതിങ്ങനെ എല്ലാം ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് നമുക്കെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനൊക്കെ കുറച്ചധികം സമയമുണ്ട്. സോ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു പ്രോസസ്സിനും. ഇപ്പം ഞാൻ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടോ, അത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ജാക്കറ്റില്ലേ, ആ ജാക്കറ്റ് ഫുൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവും സൈഡ് പോർഷൻസും എല്ലാം സെപ്പറേറ്റായി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. സിമ്പിളാണ് സംഭവം. നമ്മൾ ഈ സ്ക്വയേഴ്സ് അടിച്ചെടുക്കാനുള്ള ഒരു പണിയേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ രീതിയിൽ അതിൻ്റെ മേലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഒരു സൈഡ് പോർഷൻസ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്തത്. ഇതുപോലെ ഫ്രണ്ടിൽ തന്നെ രണ്ട് സൈഡ് ഉണ്ടാവില്ലേ, അങ്ങനെ രണ്ട് സൈഡ് ചെയ്യണം, ബാക്ക് പോർഷൻ ചെയ്യണം, സ്ലീവ് ചെയ്യണം. എല്ലാം നമ്മളങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ഓൾ ഓവർ ഒരു പൈപ്പിംഗ് പോലെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? ഇതിപ്പോൾ വേസ്റ്റ് പീസ് വെച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കണ്ടിട്ട്? ഇല്ലല്ലോ, സംഭവം ചെത്തായിട്ടില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.